ഹലോ, വെൽക്കം ബാക്ക് ടു ബേസിക് കോഡ്സ് ആൻഡ് ടിപ്സ്. നല്ല മഴ ആയതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇടാതിരുന്നത്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ 8ാമത്തെ റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് കെമിസ്ട്രിയിലെ ആറ്റം എന്ന ഭാഗമാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. എല്ലാം PYQs ആണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ്? മോസ്ലി, ചാൾസ് ഫാബ്രെ, ഡെമോക്രിറ്റസ്, ഓസ്വാൾഡ്. ആൻസർ ഡെമോക്രിറ്റസ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക? തന്മാത്ര, ധാതുക്കൾ, മൂലകങ്ങൾ, ആറ്റം. ആൻസർ തന്മാത്ര. ഇവിടെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ ആൻസർ ആറ്റം ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പദാർത്ഥത്തിൻ്റെ ചോദിച്ചാൽ തന്മാത്ര, ഒരു മൂലകത്തിൻ്റെത് ചോദിച്ചാൽ ആറ്റം. ആറ്റം കണ്ടെത്തിയത്? മോസ്ലി, JJ തോംസൺ, ജോൺ ഡാൾട്ടൺ, ഓസ്വാൾഡ്. ആൻസർ ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. പിന്നെ മറ്റു ക്വസ്റ്റ്യൻസ് ആണ്, ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടത് ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആവർത്തന പട്ടികയുടെ പിതാവ്? മോസ്ലി, മെൻഡലീഫ്, ലാവോസിയ, റോബർട്ട് ബോയിൽ. ആൻസർ മെൻഡലീഫ്. ഇത് ഓർക്കാനുള്ള ചെറിയൊരു കോഡാണ്. ആവർത്തന പട്ടിക കണ്ടുപിടിച്ച് മെൻഡലായി, അതായത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ആവർത്തന പട്ടിക കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിച്ച് മെൻഡലായി നോർക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് മെൻഡലീഫ് എന്നുള്ള ആൻസറിലേക്ക് എത്തും. മെൻഡലീഫ് കണ്ടുപിടിച്ച ആവർത്തന പട്ടിക ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്? മോസ്ലി, ദിമിട്രി മെൻഡലീഫ്, ലാവോസിയ, റോബർട്ട് ബോയിൽ. ആൻസർ മോസ്ലി. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം, മോഡേൺ മോസ്ലി എന്ന് ഓർത്ത് വെക്കുക. മോഡേൺ ആധുനികം, അപ്പം മോഡേൺ മോസ്ലി. മോസ്ലി കണ്ടുപിടിച്ച ആവർത്തന പട്ടിക ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്, വാതകം, ഖരം, പ്ലാസ്മ. ആൻസർ പ്ലാസ്മ. സാധാരണഗതിയിൽ ആറ്റത്തിന് ചാർജ് ഇല്ല, എന്നാൽ പ്ലാസ്മ അവസ്ഥയിൽ ചാർജ് ഉണ്ട്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ജോസഫ് പ്രിസ്റ്റ്ലി, JJ തോംസൺ, ചാഡ്വിക്, റൂദർഫോർഡ്. ആൻസർ ചാഡ്വിക്. ഈ ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതൊരു കോഡിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമുക്ക് പെൻ RTC എന്ന് ഓർത്താൽ മതി. പെൻ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, RTC റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. ഇനി ഓരോന്നും കണക്ട് ചെയ്യാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ. ആൻസർ പ്രോട്ടോൺ. ഒരു ആറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഐസോമറുകൾ, ഐസോബാറുകൾ, ഐസോടോപ്പുകൾ, ഐസോട്ടോണുകൾ. ആൻസർ ഐസോടോപ്പുകൾ. ഇത് നമുക്ക് ചെറിയൊരു കോഡിലൂടെ കണക്ട് ചെയ്യാം. പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണിത്. വ്യത്യസ്ത മാസ് ഉണ്ടെങ്കിൽ സിനിമ ടോപ്പ് ലെവലാണെന്ന് കരുതുക. അതായത് പലതരം മാസ് സിനിമയിലുണ്ടെങ്കിൽ സിനിമ ഹിറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം. വ്യത്യസ്ത മാസ് ഉള്ളത് ഐസോടോപ്പുകൾ. ഇനി ഐസോ ബാർ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഒരേ മാസ് ഉള്ളവർ ബാറിലാണ്. ഒരേ മാസ് ഉള്ളവരാണല്ലോ ഒരുമിച്ച് ബാറിലൊക്കെ പോയിട്ട് മദ്യമൊക്കെ കഴിക്കുന്നത്. അങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോ ബാറുകൾ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോ ടോപ്പുകൾ. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 8, 16, 32, 24. ആൻസർ 32. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത്?
ലാവോസിയർ, ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ, റൂദർഫോർഡ്. ആൻസർ ജെ തോംസൺ. ജെ തോംസൺ കണ്ടെത്തിയ ഈ ആറ്റം മോഡലിൻ്റെ മറ്റു പേരുകളാണ് റെസിൻ പുഡിംഗ്, തണ്ണിമത്തൻ മാതൃക എന്നൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. തോംസൺ എന്നുള്ളതിൽ സൺ എടുക്കുക. നമ്മൾ മക്കൾക്കാണല്ലോ തണ്ണിമത്തനും പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, പ്ലം കേക്ക്. അപ്പം തോംസണിൽ സൺ എടുക്കുക, പ്ലം പുഡിംഗ്, റെസിൻ പുഡിംഗ്, തണ്ണിമത്തൻ മാതൃക എന്നിവയായിട്ട് കണക്ട് ചെയ്യാം. മറ്റു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ, ജയിച്ചാലാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുക, അതായത് മധുരമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ജയിക്കുക. ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ പ്രോട്ടോൺ, പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയൊന്നുമല്ല. ഇത് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ പ്രോട്ടോൺ ന്യൂട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവയൊന്നുമല്ല. ആൻസർ ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏത്? ന്യൂട്രോൺ, ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ഇലക്ട്രോൺ. ആൻസർ ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക കണ്ടുപിടിച്ചത് ലാവോസിയർ, തിയോഡർ ഷാൻ, ജോൺ ഡാൾട്ടൺ, റൂദർഫോർഡ്. ആൻസർ റൂദർഫോർഡ്. ഇത് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഫ്രോഡ് സൂര്യൻ എന്ന് വിചാരിക്കുക. ഫ്രോഡാണ് സൂര്യൻ. ഫ്രോഡ്, റൂദർഫോർഡ്, സൂര്യൻ, സൗരയുധ മാതൃക. ന്യൂക്ലിയസിൻ്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ, ആങ്സ്ട്രം, ടെസ്ല, ഫെർമി. ആൻസർ ഫെർമി. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റാണ്? ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ആറ്റത്തിൻ്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റാണ് ആങ്സ്ട്രം. ന്യൂക്ലിയസിൻ്റെ വലുപ്പം അളക്കുന്നത് ഫെർമി. ടെസ്ല കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കണികാ സ്വഭാവം കൂടുതൽ, തരംഗ സ്വഭാവം കൂടുതൽ, തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഇവയൊന്നുമല്ല. ആൻസർ തരംഗ സ്വഭാവം കൂടുതൽ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണിക ഏത്? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ. ആൻസർ ഇലക്ട്രോൺ. താഴെ പറയുന്നവയിൽ കട്ടിയുള്ള പദാർത്ഥത്തിലൂടെ തുളച്ചു കയറാൻ കഴിയുന്ന വികിരണം ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ. ആൻസർ ഗാമ. നമ്മൾ ഗമ ഉള്ളവരൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോയാൽ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ല, തുളച്ച് കയറി മുന്നിൽ വന്ന് നിൽക്കും. അങ്ങനെ ഓർക്കുക, എന്തൊരു ഗമുള്ള ആളുകളാണ് മുന്നിൽ വന്ന് നിൽക്കുകയെന്ന്. തുളച്ചു കയറാൻ ശേഷി കുറവുള്ളതാണ് ആൽഫ. ഗാമ കണ്ടെത്തിയത് പോൾ വില്യാർഡാണ്. ആൽഫ, ബീറ്റ കണ്ടെത്തിയത് റൂദർഫോർഡ്. പ്രകാശത്തിൻ്റെ അതേ പ്രവേഗമുള്ള വികിരണമാണ് ഗാമ. ആൽഫ പോസിറ്റീവ് ചാർജ്, ബീറ്റ നെഗറ്റീവ് ചാർജ്, ഗാമ നോ ചാർജ്. ആൽഫയ്ക്ക് തുളച്ചു കയറാനൊക്കെയുള്ള ശേഷി കുറവാണ്, ആൾ ഫുൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ബീറ്റ ബെറ്റ് വെക്കുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഗാമ ഉള്ളവർക്ക് ഒരു ചാർജും ഇല്ല, നോ ചാർജ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഓപ്ഷന് ആൻസർ കിട്ടാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്തിയത് മില്ലിഗൺ, ജെ തോംസൺ, റൂദർഫോർഡ്, സ്റ്റോണി. ആൻസർ ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് മില്ലിഗൺ ആണ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിന് പേര് കൊടുത്തത് സ്റ്റോണിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കുറയുന്നു, കൂടുന്നു, മാറ്റമില്ല, ഇവയൊന്നുമല്ല. ആൻസർ കൂടുന്നു. ന്യൂക്ലിയസ് നമുക്കൊരു സ്റ്റാഫ് റൂമായിട്ട് കണക്കാക്കാം. ഈ സ്റ്റാഫ് റൂമിൽ അകലം കൂടിയ ക്ലാസ്സിൽ എനർജി കൂടുതലായിരിക്കും. അവിടെ ഡസ്റ്റ് റൂമിലുള്ള എയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ കുട്ടികൾ നല്ല സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അകലം കൂടിയാൽ എനർജി കൂടുന്നവർക്ക്. സ്റ്റാഫ് റൂമിൻ്റെ അടുത്തുള്ള ക്ലാസ് എപ്പോഴും സൈലൻ്റ് ആയിരിക്കും, അവിടെ എനർജി കുറവാണെന്ന് ഓർക്കുക. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32, 8, 18, 2. ആൻസർ 8. ഏതൊരാറ്റത്തിൻ്റെയും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാലാണ് സ്ഥിരത കൈവരിക്കുന്നത്, അതായത് സ്റ്റെബിലിറ്റി കൂടുന്നത്. ഇതിനെ അഷ്ടക വിന്യാസം എന്നാണ് പറയുന്നത്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്, ബെസിലിയസ്, സർ ഹംഫ്രി ഡേവി, ജോൺ ഡാൾട്ടൺ. ആൻസർ സർ ഹംഫ്രി ഡേവി.
ജലത്തിലൂടെ ഫ്രീ ആയിട്ടാണ് വൈദ്യുതി കടത്തിവിടുന്നതെന്ന് ഓർക്കുക. അപ്പോൾ സർ ഹംഫ്രി ഡേവി എന്നുള്ള ആൻസറിലേക്ക് എത്താം. ഹംഫ്രി ഡേവി. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്ലി, ഹെൻറി കാവൻഡിഷ്, കാൾ ഷീലെ, റൂദർഫോർഡ്. ആൻസർ ജോസഫ് പ്രിസ്റ്ലി. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. പ്രീസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഓക്സിജൻ പ്രിസ്റ്ലി. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഹൈഡ്രജൻ ഉഗ്രസ്ഫോടനത്തോടെ കത്തുന്നതാണ്. അപ്പോൾ കാലൻഡിഷ് എന്ന് ഓർക്കുക. നമ്മുടെ കാലനാണ് കാവൻഡിഷ് എന്നുള്ളത് കണക്ട് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒക്കെ PYQs ആണ്. അപ്പോൾ ചെറിയ ചെറിയ കോഡ്സിലൂടെയാണ് നമ്മൾ ഓരോന്നും കണക്ട് ചെയ്തത്. സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഓരോ കോഡും പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പം പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കോഡുകൾ മാത്രമാണ്. ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം യൂട്യൂബിൽ മുന്നോട്ടുള്ള യാത്രയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ആഗ്രഹം എത്രയും പെട്ടെന്ന് ജോലിയിലെത്താനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.